തീരുമാനങ്ങളെല്ലാം ആയിക്കഴിഞ്ഞു. ഒറ്റ പേരിലേക്ക് ആര്യാടൻ ഷൗക്കത്തിലേക്ക് കോൺഗ്രസ് എത്തുകയാണെങ്കിൽ അംഗത്തിന് ഞാനുമുണ്ടെന്ന് പ്രഖ്യാപിക്കുന്ന അൻവറിനെ നമ്മൾ കാണുന്നു. അൻവറിന് വഴങ്ങാത്തതിന് കോൺഗ്രസിന് വലിയ വില കൊടുക്കേണ്ടി വരില്ലേ രഞ്ജിത്ത്? സുജിയ, തീർച്ചയായിട്ടും അൻവറിന് വഴങ്ങാത്തൊരു സാഹചര്യം ഉണ്ടാവുന്നു. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ആര്യാടൻ ഷൗക്കത്തിൻ്റെ വീട്ടിലേക്ക് നേതാക്കന്മാരൊക്കെ എത്തുന്നുണ്ട്. ഇപ്പോൾ അബ്ദുൾ വഹാബ് MP ഇവിടേക്ക് എത്തിയിരുന്നു. അദ്ദേഹം ഇപ്പോൾ മടങ്ങിപ്പോവുകയാണ്. കാരണം അദ്ദേഹം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു എന്ന് കരുതിയാണ് ഇവിടേക്ക് എത്തിയത്. ഇവിടെ എത്തിയപ്പോഴാണ് ഔദ്യോഗിക പ്രഖ്യാപനമല്ല, ചാനലുകളിൽ വന്നിട്ടുള്ള അനൗദ്യോഗികമായ അറിയിപ്പാണെന്ന് മനസ്സിലാക്കി അദ്ദേഹം മടങ്ങിപ്പോകുന്നു. പക്ഷേ അദ്ദേഹം എല്ലാ ആശംസകളും അറിയിക്കുന്നു. PV അൻവർ ഒരു സ്പോയിലർ ഫാക്ടർ ആവുമോ, അല്ലെങ്കിൽ അദ്ദേഹം ഇത്തരത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി ആവുമെന്ന ചോദ്യത്തിനൊക്കെ അദ്ദേഹം പറയുന്നത് PV അൻവറൊക്കെ ഞങ്ങളുടെ ഒപ്പം നിൽക്കും എന്നൊരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ്. ഏതായാലും ഈ വീട്ടിനകത്ത് ഇപ്പോഴുമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ വലിയ ആത്മവിശ്വാസത്തിലാണ്. അവരൊക്കെ പ്രതീക്ഷിക്കുന്നത് അല്പസമയത്തിനകം ആര്യാടൻ ഷൗക്കത്തിൻ്റെ തീരുമാനം ഉണ്ടാകുമെന്നുള്ളതാണ്. അതോടൊപ്പം നേരത്തെ സുജിയെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ PV അൻവർ ഫാക്ടറിനെ എങ്ങനെ മറികടക്കാൻ സാധിക്കുമെന്നൊരു ആലോചന കൂടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും നേരത്തെ ഒരു ഈസി വാക്ക് ഓവർ UDF പ്രതീക്ഷിച്ചിരുന്നത് അൻവറിൻ്റെ പിന്തുണയോടുകൂടിയാണ്. കാരണം അൻവറിനെ കൂടെ നിർത്താൻ വേണ്ടി ലീഗ് തുടക്കത്തിൽ വലിയ ശ്രമം നടത്തി. ആ ലീഗിൻ്റെ ശ്രമത്തിന് പിന്നാലെ KPCC നേതൃത്വവും അൻവറിനെ കൂടെ നിർത്താനുള്ള ശ്രമം നടത്തിയപ്പോൾ അൻവറിനെ കൂടെ നിർത്തുക എന്നുള്ളത് വലിയൊരു ടാക്ടിക്സായി തുടക്കത്തിൽ UDF സ്വീകരിച്ചത് നിലമ്പൂരിൽ അൻവർ ഫാക്ടർ വർക്കൗട്ട് ആകും, അല്ലെങ്കിൽ അൻവർ ഫാക്ടർ ഉണ്ട് എന്ന് മനസ്സിലാക്കി തന്നെയാണ്. പക്ഷേ ഈ ഘട്ടത്തിൽ അൻവറിൻ്റെ ഒരു സമ്മർദ്ദത്തിന് കൊടുക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കാനാണ്. കാരണം UDFൻ്റെ ഭാഗത്ത് ഇപ്പോൾ ഈ പറയുന്ന ആര്യാടൻ ഷൗക്കത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്ന സമ്മർദ്ദമുണ്ട്. ആ സമ്മർദ്ദത്തെക്കാൾ വലുതല്ല PV അൻവർ ഉയർത്തുന്ന സമ്മർദ്ദം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആര്യാടൻ ഷൗക്കത്തിനൊപ്പം നിൽക്കുക, ആര്യാടൻ ഷൗക്കത്ത് ഉയർത്തുന്ന അവകാശവാദങ്ങൾക്കൊപ്പം നിൽക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി പൂർണ്ണ ഉത്തരവാദിത്വം ഈ കാര്യങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകേണ്ടതും ഈ കാര്യങ്ങളിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിക്കേണ്ടതുമൊക്കെ ആര്യാടൻ ഷൗക്കത്തിൻ്റെ കൂടി ഉത്തരവാദിത്തമായി മാറുകയാണ്. കാരണം ആര്യാടൻ ഷൗക്കത്ത് വളരെ വലിയ സമ്മർദ്ദം ചെലുത്തിയാണ് ഇത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വത്തെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ആ തീരുമാനം ശരിവെക്കുന്ന രീതിയിൽ ഇപ്പോൾ നേരത്തെ സുജിയെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ PV അൻവറിൻ്റെ ഒരു സ്പോയിലർ ഫാക്ടർ, അല്ലെങ്കിൽ ആ വിമതശല്യമായി ഉയർത്തപ്പെടാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര പരീക്ഷണം, അതിനെയൊക്കെ മറികടക്കാനുള്ള ഉപാധികൾ പറഞ്ഞു കൊടുക്കേണ്ടതും അത് കണ്ടെത്തേണ്ടതും ആ സ്ട്രാറ്റജി തീരുമാനിക്കേണ്ടതുമൊക്കെ ആര്യാടൻ ഷൗക്കത്ത് കൂടി ചേരുന്ന ഒരു ടീമാണ്. പിന്നെ AP അനിൽകുമാറിനെ പോലുള്ള മുതിർന്ന നേതാക്കന്മാർ ഇവിടെ ക്യാമ്പ് ചെയ്തു തന്നെ പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി വാദിച്ചവരിൽ ലീഗ് നേതാക്കന്മാരും ഉണ്ട് എന്നുള്ളതാണ്. അതിൽ PK ബഷീറിനെ പോലെയൊക്കെയുള്ള തൊട്ടടുത്ത മണ്ഡലമായ ഇടവണ്ണയുടെ MLA ആയിട്ടുള്ള PK ബഷീറിനെ പോലുള്ള മുതിർന്ന ലീഗ് നേതാക്കന്മാർ തന്നെ ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി അവകാശവാദം അല്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി വാദം ഉന്നയിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഷാഫി പറമ്പിൽ MLA ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി വാദം ഉന്നയിച്ചിരുന്നു. അപ്പോൾ അത്തരത്തിൽ ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി കളത്തിലിറങ്ങിയ ആളുകൾക്ക് മുഴുവൻ നേരത്തെ PV അൻവർ എന്ന് പറയുന്ന ഫാക്ടറിനെ മറികടക്കാനുള്ള ഉപാധികൾ അന്വേഷിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഒന്നുകിൽ PV അൻവറിനെ കൂടെ നിർത്താനുള്ള അനുനയിപ്പിക്കാനുള്ള ശ്രമം നടത്തുക, അല്ലെങ്കിൽ PV അൻവറിനെ മറികടക്കാൻ PV അൻവർ ഉയർത്തുന്ന വെല്ലുവിളികൾ അല്ലെങ്കിൽ ആ വോട്ട് മറികടക്കാവുന്ന തരത്തിലേക്ക് കൂടുതൽ വോട്ടുകൾ സമാഹരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾക്ക് മുഴുവൻ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കുകയും പക്ഷേ അവർക്ക് ഔദ്യോഗികമായിട്ടുള്ളൊരു ആഹ്ലാദ പ്രകടനത്തിനോ ഔദ്യോഗികമായ പ്രചരണം ആരംഭിക്കാനുള്ള സമയമായിട്ടില്ല അല്ലേ? ഔദ്യോഗിക പ്രഖ്യാപനത്തിന് കാത്തിരിക്കുകയാണ്. ഒരു സംശയമല്ല, ഞങ്ങളെ സന്തോഷത്തോടു കൂടി കാത്തിരിക്കുകയാണ്. ഏതാനും സമയത്തിനുള്ളിൽ ആര്യാടൻ ഷൗക്കത്തിനെ പാർട്ടി തീരുമാനിക്കുമെന്ന പ്രതീക്ഷയിലാണ്. അങ്ങനെ പ്രഖ്യാപിക്കുമ്പോഴേ ഒരു ഫാക്ടർ വരാനുള്ളത് PV അൻവറിൻ്റെ ഭാഗത്തുനിന്ന് വലിയ സമ്മർദ്ദമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു വിമത സ്ഥാനാർത്ഥിത്വമൊക്കെ പ്രതീക്ഷിച്ച് എന്ത് സംഭവിക്കുന്നത്? അല്ല, ഇത് അവസാന നിമിഷം ആര് കൊള്ളാക്കിയിട്ടും കാര്യമില്ല. KPCC ഒരു തീരുമാനം, അത് ആരെ തീരുമാനിച്ചാലും ഞങ്ങൾ ഒന്നിച്ച് നിൽക്കാനാണ് ഞങ്ങളുടെ തീരുമാനം. അതിൽ ആളുകളെ വിഷയമല്ല, ഏത് സ്ഥാനാർത്ഥി വന്നാലും ഞങ്ങൾ തീരുമാനിക്കുമെന്ന ഞങ്ങൾ ഉറച്ച പിന്തുണ നൽകുന്നുള്ള തീരുമാനത്തിലാണ്. ഷൗക്കത്താവുന്നുള്ള ഞങ്ങൾ ഒരു പ്രതീക്ഷ ഉണ്ട്. ഫാക്ടർ വർക്കൗട്ട് ആവും ഉദ്ദേശിക്കുന്നത്. PV അൻവറിൻ്റെ ഭാഗത്തൊരു വെല്ലുവിളി വന്നാൽ എന്ത് സംഭവിക്കും? ഇത് പിണറായി ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ജനങ്ങളുടെ ഒന്നിച്ചുള്ള പ്രതിഷേധമാണ്.